യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 29-ാം അധ്യായം 12-ാം തിരുവചനം. ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. ദൈവത്തോടൊപ്പമായിരിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വന്തമായി മാറുവാൻ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു വലിയ കാര്യത്തെ ദൈവം പ്രഭാഷകനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. സഹജീവികളോട് സഹതാപം കാണിക്കുന്നവൻ, അനുകമ്പ കാണിക്കുന്നവൻ, ഇല്ലാത്തവന് തൻ്റെ കയ്യിലുള്ളത് കൊടുക്കുവാൻ മനസ്സ് വയ്ക്കുന്നവൻ, ദാനധർമ്മം കൊടുക്കുവാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ, ആരെല്ലാം അങ്ങനെ ചെയ്യുന്നുവോ, അവനെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അത് സ്വർഗത്തിൽ അവനൊരു വലിയ നിക്ഷേപമായി മാറും. ദാനധർമ്മം ചെയ്യുമ്പോൾ ദൈവം നിന്റെ കടക്കാരനായി മാറും. ആ ദൈവം നിനക്ക് സമൃദ്ധമായ അനുഗ്രഹം തരും. ഒരു ശത്രു പോലും നിന്റെ മുന്നിൽ വരുവാൻ ദൈവം ഇടവരുത്തുകയില്ല. അത്രയ്ക്ക് വലിയ നിക്ഷേപമാണ് ചാരിറ്റി എന്ന് പറയുന്നത്. ദാനധർമ്മം നൽകുമ്പോൾ ദൈവം ആ മനുഷ്യനിൽ സംപ്രീതനായി മാറും. ദൈവം നിനക്ക് തന്നിരിക്കുന്ന സമ്പത്ത് നീ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ് നീ ചെയ്യുന്നത്. ആ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമ്പത്ത് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ ദൈവം അവസരം തരുന്നതിനെ ഓർത്ത് നന്ദി പറയാം. മക്കളെ ഈ ശീലം നമുക്ക് പഠിപ്പിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കുടുംബ സമാധാനത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാം. ലോകസമാധാനത്തിന് വേണ്ടി നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവായതിനെ ഓർത്ത് നന്ദി പറയാം. മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയാം. സ്വർഗീയ സമ്പത്ത് സമൃദ്ധമായി നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. ഇന്നത്തെ ദിവസം ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും ദൈവാനുഗ്രഹത്താൽ എല്ലാ പ്രവൃത്തികളും ദൈവകൃപയാൽ നല്ലവണ്ണം നടന്നു പോകുന്നതിനെ ഓർത്ത്, നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്നുള്ള ചിന്തയോട് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഈ ദിവസം ദേവാലയത്തിലേക്ക് പോകാം. ദൈവത്തോടൊപ്പമായിരിക്കാം. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏക കർത്താവുമായ ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനുമായ കർത്താവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.